നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് വൈശാഖ് എന്നാണ്. അപ്പം സ്മാർട്ട് വർക്സ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലിൽ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെറിട്ടറി. ഇവിടെ നമ്മുടെ ഭാരത സർക്കാർ പണി കഴിപ്പിച്ചിട്ടുള്ള അതിഗംഭീരമായ ഒരു ടണലിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ്. ഈ ടണലിൻ്റെ പേരാണ് സെഡ്മോർ ടണൽ അഥവാ സോനാമാർഗ് ടണൽ. അതായത് നമ്മുടെ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ നിന്നും ലഡാക്കിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ലേയിലേക്കുള്ള നാഷണൽ ഹൈവേ, അതായത് നാഷണൽ ഹൈവേ നമ്പർ 1 എന്നറിയപ്പെടുന്ന ഈ നാഷണൽ ഹൈവേ, ഈ ഹൈവേയിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ള ഒരു അതിഗംഭീരമായിട്ടുള്ള ടണലാണ് സെഡ്മോർ ടണൽ അല്ലെങ്കിൽ സോനാമാർഗ് ടണൽ. നമ്മുടെ ഭാരതത്തിൻ്റെ തന്ത്രപ്രധാന പ്രദേശങ്ങളായിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ 1 എന്നറിയപ്പെടുന്ന നാഷണൽ ഹൈവേ ആണ്. ഈ ഒരു ഹൈവേയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇത് പാകിസ്ഥാൻ്റെ ബോർഡർ കൂടിയാണ് കടന്നു പോകുന്നത്. അതുമല്ല, ഈ വളരെ പ്രധാനപ്പെട്ട റോഡ് ഹിമാലയൻ പർവ്വതത്തിൻ്റെ പല ഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത്. അപ്പം ഈ സോനാമാർഗ് ടണൽ അല്ലെങ്കിൽ സെഡ്മോർ ടണൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഗഗൻഗീർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെയും സോനാമാർഗ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെയും കൂടെ ഇടയ്ക്ക് വരുന്ന ഹിമാലയത്തിൻ്റെ ഭാഗത്തെ കീറി മുറിച്ചുകൊണ്ടാണ്. അതായത് ഈ ഗഗൻഗീറിൻ്റെയും അതുപോലെ സോനാമാർഗിൻ്റെയും ഇടയിൽ ഒരു ഹിമാലയ പർവ്വതത്തിൻ്റെ ഒരു വളരെ വലിയ ഭാഗമുണ്ട്. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു പർവ്വതനിരയെ സിക്സാഗ് ആകൃതിയിൽ, അതായത് ഇസഡ് ആകൃതിയിൽ സിക്സാഗ് ഷേപ്പിൽ ആണ് കടന്നു പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പർവ്വതനിര കടന്നു പോകാനായിട്ട് ഏകദേശം 2 അല്ലെങ്കിൽ 3 മണിക്കൂർ എടുക്കുന്നുണ്ട്. അപ്പം ഈ സെഡ്മോർ ടണൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ ഒരു പർവ്വതത്തെ കീറി മുറിച്ചുകൊണ്ടാണ്. ഈ ടണൽ പദ്ധതി പൂർത്തിയായതോടുകൂടി ഈ ഗഗൻഗീർ എന്ന സ്ഥലത്ത് നിന്നും സോനാമാർഗ് എന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട് ഈ 15 മിനിറ്റ് മാത്രമേ സമയമെടുക്കുകയുള്ളൂ. കാരണം ഈ ഗഗൻഗീറിൻ്റെയും സോനാമാർഗിൻ്റെയും ഇടയ്ക്ക് വരുന്നതാണ് ഈ പർവ്വത മേഖല. അപ്പം ഈ പർവ്വത മേഖലയിൽ മാത്രമായിട്ട് ഈ സിക്സാഗ് ആകൃതിയിലുള്ള റോഡ് മാർഗം കടന്നു പോകാനായിട്ട് 2 തൊട്ട് 3 മണിക്കൂർ വരെ സമയമെടുക്കുമായിരുന്നു. അപ്പം ഇനി ഈ ടണൽ വന്നതോടുകൂടി ടണലിൽ കൂടെ തന്നെ പോകുന്ന കാരണം 15 മിനിറ്റ് മാത്രമേ സമയമെടുക്കുകയുള്ളൂ. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. കാരണം ഈ റോഡെന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ബോർഡറിലാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയം ഒരു അറ്റാക്കിന് സാധ്യതയുണ്ട്. അപ്പം ഇന്ത്യൻ സൈന്യം എപ്പോഴും വളരെ അലേർട്ടായിട്ടാണ് ഈ ബോർഡർ ഏരിയാസിൽ ഉള്ളത്. അപ്പം ഈ ഒരു റോഡ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യക്ക് ശ്രീനഗറിൽ നിന്നും ലഡാക്കിലേക്ക് വളരെ പെട്ടെന്ന് ഇന്ത്യൻ ആർമിക്ക് എത്തണമെങ്കിൽ ഈ റോഡ് കൂടിയേ തീരും. അതുകൊണ്ട് തന്നെയാണ് 99-ലെ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഈ റോഡ് ടാർഗറ്റ് ചെയ്ത് തകർത്ത് കളയാൻ ശ്രമിച്ചത്. അതാണ് ഈ റോഡിൻ്റെയും ഈ ഒരു ടണലിൻ്റെയും ഒരു പ്രാധാന്യം. ഇനി ഈ ടണലിൻ്റെ നീളം എന്ന് പറയുന്നത് 6.5 കിലോമീറ്ററാണ്. ശ്രീനഗറിൽ നിന്നും ലഡാക്കിലേക്കുള്ള ഈ നാഷണൽ ഹൈവേ നമ്പർ 1 വർഷത്തിൽ 4 തൊട്ട് 5 മാസം വരെ അടച്ചിടേണ്ട അവസ്ഥയാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞുകാലത്ത് ഈ മഞ്ഞ് മൂടിക്കിടന്നിട്ട് ഈ പാത ഒട്ടും ഗതാഗതയോഗ്യമല്ലാതെ ആവുകയാണ്. അതുകൊണ്ട് തന്നെ അപ്പം ഗഗൻഗീറിൻ്റെയും സോനാമാർഗിൻ്റെയും ഇടയ്ക്ക് ഈ ഹിമാലയ പർവ്വതത്തെ തുറന്നുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ടണൽ വന്നതോടുകൂടി ഇനി വളരെ എളുപ്പം ശ്രീനഗറിൽ നിന്നും ലഡാക്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. പിന്നെ സോനാമാർഗ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ്. കാശ്മീരിൽ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം സോനാമാർഗിലും പോകാറുണ്ട്. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ളൊരു പ്രദേശമാണ് ഈ സോനാമാർഗ്. അപ്പം നേരത്തെ സാഹചര്യത്തിൽ മഞ്ഞുകാലത്ത് ഈ സോനാമാർഗിലേക്ക് എത്തിപ്പെടുന്നത് വളരെ ദുഷ്കരമായിരുന്നു. കാരണം മഞ്ഞുകാലത്ത് മഞ്ഞ് മൂടിക്കിടന്നിട്ട് ഈ സോനാമാർഗിലേക്കുള്ള യാത്ര സാധ്യമായിരുന്നില്ല മഞ്ഞുകാലത്ത്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ നാഷണൽ ഹൈവേ, ഈ ഒരു പർവ്വത മേഖലയുടെ ഈ നാഷണൽ ഹൈവേ ഫുള്ള് ബ്ലോക്കായി പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം മഞ്ഞ് മൂടിക്കിടന്നിട്ട് വളരെയധികം പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു പർവ്വത മേഖലയെ ക്രോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തുരന്നുകൊണ്ട് ഒരു ടണൽ വന്നതോടുകൂടി ഇനിയിപ്പോൾ സോനാമാർഗിലേക്കുള്ള യാത്ര വളരെ എളുപ്പമാവുകയാണ്. അപ്പോൾ വർഷത്തിൽ ഇനി 365 ദിവസം സോനാമാർഗിലേക്ക് ടൂറിസ്റ്റുകൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അത് ടൂറിസം മേഖലയെ സംബന്ധിച്ചും ഇന്ത്യക്ക് വളരെ വലിയൊരു ഗുണമാണ് ഈ സെഡ്മോർ ടണൽ പൂർത്തീകരിച്ചത്. പിന്നെ ഇന്ത്യൻ ആർമിയുടെ സപ്ലൈസ് ലഡാക്കിലേക്കുള്ള, കാശ്മീരിൽ നിന്നും ലഡാക്കിലേക്കുള്ള ഇന്ത്യൻ ആർമിയുടെ സപ്ലൈസിന് വളരെ എളുപ്പം മഞ്ഞുകാലത്തും എല്ലാ സാഹചര്യത്തിലും ഈ ടണൽ വഴി കടന്നു പോകാൻ സാധിക്കുന്നതാണ്. അത് ഇന്ത്യയുടെ സെക്യൂരിറ്റിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഏകദേശം 6 വർഷം എടുത്തിട്ടാണ് ഈ ടണൽ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. 2025 ജനുവരി 13 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് ഈ ഒരു ടണലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്.
ഏതായാലും ഈ ഒരു ടണൽ പദ്ധതി പൂർത്തീകരിച്ചതോടുകൂടി ശ്രീനഗറിൽ നിന്നും ലഡാക്കിലേക്കുള്ള യാത്രാ സമയം വളരെയധികം കുറയുകയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് എടുത്ത് കാണുക, സോജില ടണലിനെ പറ്റി. അതും ഈ നാഷണൽ ഹൈവേ 1 തന്നെയാണ്. അത് ലഡാക്ക് ശ്രീനഗറിൽ നിന്ന് ലേയിലേക്കുള്ള ഈ നാഷണൽ ഹൈവേ 1 തന്നെയാണ് സോജില ടണൽ സ്ഥിതി ചെയ്യുന്നത്. സോജില ടണലിൻ്റെ പണി ഏകദേശം 60% പൂർത്തിയായതേ ഉള്ളൂ. അതിനെയും ഒരു 2-3 വർഷം കൂടെ എടുക്കും കംപ്ലീറ്റ് ആകാനായിട്ട്. അപ്പം ഈ സെഡ്മോർ ടണലും സോജില ടണലും ഈ രണ്ടും കംപ്ലീറ്റ് ആവുന്നതോടുകൂടി, അത് ഇപ്പം സെഡ്മോർ ടണലിൻ്റെ പണി ഇപ്പം പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പം സോജില ടണലിൻ്റെ പണിയും കൂടെ പൂർത്തിയാവുന്നതോടുകൂടി നമുക്ക് ഈ ശ്രീനഗറിൽ നിന്നും ലേയിലേക്ക് വളരെ എളുപ്പം എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. വർഷത്തിൽ 365 ദിവസവും നമുക്ക് ശ്രീനഗറിൽ നിന്നും ലേയിലേക്കുള്ള കണക്ടിവിറ്റി ലഭിക്കുന്നതാണ്. അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചും ടൂറിസ്റ്റുകളെ സംബന്ധിച്ചും നമ്മുടെ ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു നാഷണൽ ഹൈവേ പാകിസ്ഥാൻ്റെ ബോർഡറിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു റോഡിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത്, സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഈ സെഡ്മോർ ടണലിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത് നമ്മുടെ രാജ്യസുരക്ഷയ്ക്കും അതുപോലെ തന്നെ ടൂറിസം മേഖലയ്ക്കും എന്നും ഗുണമായി തീരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടണലിൻ്റെ വിശേഷങ്ങളായിരുന്നു പറയാനുണ്ടായിരുന്നത്. ഇനി മറ്റൊരു പദ്ധതിയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.